നമസ്കാരം. പ്രധാന വാർത്തകൾ. അയ്യപ്പ സംഗമം എതിർപ്പ് കുറയുന്നു, സർക്കാരിന് രാഷ്ട്രീയ നേട്ടം. ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തെ പ്രബല സാമുദായിക സംഘടനകളായ NSSും SNDPയും അനുകൂലിച്ചതോടെ സർക്കാരിന് രാഷ്ട്രീയ നേട്ടം. കോൺഗ്രസും BJPയും എതിർക്കുന്നതിനിടെ അപ്രതീക്ഷിതമായാണ് രണ്ട് സംഘടനകളും സംഗമത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത്. സംഗമത്തിൽ വിശ്വാസികൾ മാത്രമേ പങ്കെടുക്കാവൂ എന്ന് NSSന് നിർബന്ധമുണ്ട്. ആചാരാനുഷ്ഠാനങ്ങളിൽ മാറ്റം വരുത്തില്ലെന്ന് സർക്കാർ പ്രഖ്യാപിച്ചതിനാൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് SNDP യോഗവും പറഞ്ഞു കഴിഞ്ഞു. രണ്ട് സംഘടനയുടെയും തീരുമാനം സംഗമത്തിന്റെ ചുമതലയുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും വലിയ ആശ്വാസം നൽകുന്നതാണ്. കോൺഗ്രസിന് എതിർപ്പുണ്ടെങ്കിലും വിശ്വാസം സംബന്ധിച്ച കാര്യമായതിനാൽ അത്രയങ്ങ് കടുത്ത നിലപാടില്ല. BJPയും ഏതാനും ഹൈന്ദവ സംഘടനകളുമാണ് എതിർപ്പുമായി രംഗത്തുള്ളത്. മുസ്ലിം ലീഗിന്റെ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതി വീടുകളുടെ നിർമ്മാണത്തിന് ഇന്ന് തുടക്കം. ഉച്ചയ്ക്ക് 2 മണിക്ക് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങളുടെ കാർമ്മികത്വത്തിലാണ് നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങുക. ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കും. നിർമ്മാൺ കൺസ്ട്രക്ഷൻസ്, മലബാർ ടെക് കോൺട്രാക്ടേഴ്സ് എന്നിവർക്കാണ് നിർമ്മാണ ചുമതല. പദ്ധതി പ്രദേശം നിയമ നടപടികളെല്ലാം പൂർത്തീകരിച്ച് വീട് നിർമ്മാണത്തിന് സജ്ജമായതായി മുസ്ലിം ലീഗ് നേതൃത്വം അറിയിച്ചു. മേപ്പാടി പഞ്ചായത്തിൽ തൃക്കൈപ്പറ്റ വില്ലേജിൽ മുട്ടിൽ മേപ്പാടി പ്രധാന റോഡിനോട് ചേർന്നാണ് സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 3 മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചു. കോഴിക്കോട് ഓമശ്ശേരി സ്വദേശി അബൂബക്കർ സാദിഖിന്റെ മകനാണ് മരിച്ചത്. കഴിഞ്ഞ 28 ദിവസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു കുഞ്ഞ്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച മലപ്പുറം സ്വദേശിനി ഇന്നലെ മരിച്ചിരുന്നു. നിലവിൽ കോഴിക്കോട്, മലപ്പുറം, വയനാട് സ്വദേശികൾ ചികിത്സയിലുണ്ട്. ഓമശ്ശേരി പ്രദേശത്ത് നേരത്തെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച മറ്റൊരു മരണം കൂടി സ്ഥിരീകരിച്ചിരുന്നു. ഹരിപ്പാട് ആനയുടെ കുത്തേറ്റ പാപ്പാന് ദാരുണാന്ത്യം. തെങ്ങമം സ്വദേശി മുരളീധരൻ നായരാണ് മരിച്ചത്. അതേസമയം കുത്തേറ്റ 2ാം പാപ്പാന്റെ നില ഗുരുതരമായി തുടരുകയാണ്. മതപ്പാടിലായിരുന്ന ആനയെ അഴിച്ചുമാറ്റുന്നതിനിടെയാണ് സംഭവം. മതപ്പാട് കഴിഞ്ഞെന്ന് കരുതി മാറ്റിക്കെട്ടുന്നതിനിടയിൽ 2ാം പാപ്പാനെയാണ് ആദ്യം കുത്തിയത്. തുടർന്ന് മറ്റു പാപ്പാന്മാർ ചേർന്ന് ആനയെ സുരക്ഷിതമായി തറയിലേക്ക് മാറ്റുന്നതിനിടെയാണ് മുരളീധരൻ നായർക്ക് കുത്തേറ്റത്. മുരളീധരൻ നായരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. രാജ്യത്തെമ്പാടും അർദ്ധരാത്രി മുതൽ മാറ്റം. രാജ്യത്ത് വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക വില കുറച്ചതായി എണ്ണ വിപണന കമ്പനികൾ. 19 കിലോ വാണിജ്യ LPG ഗ്യാസ് സിലിണ്ടറിന്റെ നിരക്ക് 51.50 രൂപ കുറച്ചതായാണ് പ്രഖ്യാപനം. ഓഗസ്റ്റ് 31 അർദ്ധരാത്രിയാണ് എണ്ണ കമ്പനികളുടെ പ്രഖ്യാപനം. ഇന്നു മുതലാണ് പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരുന്നത്. 14.2 കിലോഗ്രാം ഗാർഹിക LPG സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ലെന്ന് കമ്പനികൾ അറിയിച്ചു.